ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. ഈ ജനുവരി ട്രാൻസ്ഫർ ജാലകത്തിൽ കാതലായ മാറ്റങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സ് വരുത്തിയിട്ടുണ്ട്. ആവശ്യമില്ലാത്ത താരങ്ങളെയെല്ലാം പറഞ്ഞു വിട്ടു. ചില താരങ്ങളെ കൊണ്ടുവരികയും ചെയ്തു. 2 വിദേശ താരങ്ങളാണ് ക്ലബ്ബ് വിട്ടത്. കോയഫും ജോഷുവ സോറ്റീരിയോയും ഇനി ക്ലബിനോടൊപ്പമില്ല. അതേസമയം ഡുഷാൻ ലഗാത്തോറെ കേരള ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട്. നിലവിൽ 6 വിദേശ താരങ്ങളാണ് ക്ലബിനോടൊപ്പം ഉള്ളത്. ആ താരങ്ങളുടെ കോൺട്രാക്റ്റുകൾ കൂടി നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അഡ്രിയാൻ ലൂണക്ക് 2027 വരെ ക്ലബ്ബുമായി കോൺട്രാക്റ്റ് അവശേഷിക്കുന്നുണ്ട്. ഈയിടെയായിരുന്നു അദ്ദേഹം തന്റെ കോൺട്രാക്റ്റ് പുതുക്കിയിരുന്നത്. നോവ സദോയ്ക്ക് 2026 വരെയുള്ള കോൺട്രാക്റ്റ് അവശേഷിക്കുന്നുണ്ട്. ജീസസ് ജിമിനസ് 2026 വരെ തുടരും. മിലോസ് ഡ്രിൻസിച്ചിന് 2026 വരെ കോൺട്രാക്റ്റ് അവശേഷിക്കുന്നുണ്ട്. ഈയിടെ അദ്ദേഹത്തിന് കോൺട്രാക്റ്റ് കേരള ബ്ലാസ്റ്റേഴ്സ് പുതുക്കി നൽകുകയായിരുന്നു. ആ കാര്യത്തിൽ ആരാധകർക്കിടയിൽ 2 അഭിപ്രായം ഉയരുകയും ചെയ്തിരുന്നു. പുതുതായി വന്ന ഡുഷാൻ ലഗാത്തോറിന് 2026 വരെയാണ് കോൺട്രാക്റ്റ് അവശേഷിക്കുന്നത്. കോമെ പെപ്രയുടെ കോൺട്രാക്റ്റ് വരുന്ന സമ്മറിൽ അവസാനിക്കും. പക്ഷേ ഓട്ടോമാറ്റിക് ആയിക്കൊണ്ട് അത് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഒരു സാധ്യത അവിടെയുണ്ട്. അദ്ദേഹത്തിന്റെ പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിൽ ഓട്ടോമാറ്റിക് എക്സ്റ്റൻഷൻ അവിടെ ലഭ്യമാണ്. മികച്ച പ്രകടനം നടത്തിയാൽ അത് 2026 വരെ ദീർഘിപ്പിക്കപ്പെടും എന്നുള്ളതാണ്. ഏതായാലും എല്ലാ താരങ്ങൾക്കും 2026 വരെ കോൺട്രാക്റ്റ് ഉണ്ട് എന്നുള്ളതാണ് വസ്തുത. അടുത്ത സമ്മറിൽ ഫ്രീ ഏജന്റ് ആകുന്നത് പെപ്ര മാത്രമാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിൽ അത് നീളാനുള്ള ഒരു സാധ്യത അവിടെയുണ്ട്. ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സിന് ഇനിയിപ്പോൾ ഒരു പുതിയ വിദേശ താരത്തെ കൊണ്ടുവരണമെങ്കിൽ ഇതിലെ ഏതെങ്കിലും താരത്തെ ഒഴിവാക്കേണ്ടി വരും. കോൺട്രാക്റ്റ് ടെർമിനേറ്റ് ചെയ്യേണ്ടി വരും. അതല്ല എങ്കിൽ മറ്റേതെങ്കിലും ക്ലബിനെ കണ്ടെത്തിക്കൊണ്ട് കൈമാറേണ്ടി വരും എന്നതാണ്. ഒരു വിദേശ താരം കൂടി ഈ ജനുവരിയിൽ എത്താൻ സാധ്യതയുണ്ട് എന്ന് ആശിഷ് നേഗി റിപ്പോർട്ട് ചെയ്തിരുന്നു. ആ പൊസിഷൻ ഏതാണ് എന്നുള്ളത് വ്യക്തമല്ല. പെപ്രയെ ഒഴിവാക്കുമെന്ന് മനോരമ പറഞ്ഞിരുന്നുവെങ്കിലും പെപ്ര നിലവിൽ ക്ലബിന്റെ ഒരു പ്രധാനപ്പെട്ട ഘടകമായി മാറിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ നിലവിലെ അവസ്ഥയിൽ പെപ്രയെ ഒഴിവാക്കാനുള്ള സാധ്യത കുറവാണ്. പിന്നീട് കേരള ബ്ലാസ്റ്റേഴ്സ് ശ്രമിക്കുന്നത് ഒരു സെന്റർ ബാക്കിന് വേണ്ടിയാണ് എന്നുള്ള റൂമറുകൾ ഉണ്ടായിരുന്നു. ഒരു വിദേശ സെന്റർ ബാക്കിനെ കൊണ്ടുവരികയാണെങ്കിൽ സ്ഥാനം തെറിക്കുക ഡ്രിൻസിച്ചിനായിരിക്കും. ഏതായാലും ഈ ജനുവരിയിൽ ഇനി വിദേശ താരങ്ങൾ വരുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.